ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ വീഡിയോ കാണുന്നത് വിദ്യാർത്ഥികളോ രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകളാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ജൂൺ 2-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ എല്ലാ വർഷവും നമ്മൾ ശീലിച്ച് വന്ന ആ ഒരു സിസ്റ്റം ആയിരിക്കില്ല ഇത്തവണത്തേത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. കഴിഞ്ഞ അക്കാദമിക് ഇയർ എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി തന്നെ ഇപ്പോൾ SLC എഴുതിയ 6 വിദ്യാർത്ഥികളുടെ ഫലം വന്നതും ആ കുത്തിക്കൊലയും അതുപോലെ ഒരുപാട് തരത്തിലുള്ള ക്രൈമുകളായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ കൂടി വരുന്ന ഒരു രീതി. അതായത് നമ്മുടെ +2-ലെയും +1-ലെയും 10-ലെയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ പലതും നമുക്ക് സങ്കല്പിക്കാനാകുന്നതിലും അപ്പുറം കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ഒരു വർഷം പോയി. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആശ്വസിക്കാം. ആദ്യത്തെ 2 ആഴ്ച കാലം, അതായത് ഏകദേശം ജൂൺ 16 വരെ ടെക്സ്റ്റ് ബുക്കുകളോ നോട്ട് ബുക്കുകളോ നിങ്ങളുടെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന അപ്ഡേറ്റുകൾ കൂടി വരുന്നുണ്ട്. അതായത് ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് അക്കാദമിക് ആയിട്ട് ഒരു തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കോ പുതിയ സിലബസോ പരീക്ഷയോ പഠിക്കാനോ അങ്ങനെ ഹോംവർക്കുകളോ അങ്ങനത്തെ യാതൊരുവിധ തലവേദനകളും ഉണ്ടാകില്ല. മറിച്ച് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മാദത്തിനും അതുപോലെ തന്നെ വികസനത്തിനും അടിസ്ഥാനമാക്കിയുള്ള പലതരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. അത് ലഹരിക്കെതിരെ ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റു പാരന്റിങ്, അതുപോലെ തന്നെ പലതരത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാരന്റിങ്, അതായത് രക്ഷകർത്താക്കൾക്കും പ്രത്യേകം ക്ലാസ്സുകൾ ചില സ്കൂളുകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 2 ആഴ്ച വലിയ രീതിയിൽ നിങ്ങൾ ബാഗും ചുമന്ന് പുസ്തകങ്ങളുടെ ഭാരവുമായിട്ട് പോകേണ്ടി വരില്ല. ഇനി ചില ക്ലാസ്സുകാർക്ക് എന്താണ് സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളുകളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ ആശങ്ക 2 കാര്യങ്ങളാണ്. ഒന്ന്, കോവിഡിലുണ്ടാകുന്ന ഒരു വർധന. പക്ഷേ അത് അത്തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പോലും വിദ്യാഭ്യാസ വകുപ്പിലും അതിൻ്റെതായിട്ടുള്ള ജാഗ്രതയുണ്ട്. മറ്റൊരു കാര്യം മഴയാണ്. ഇന്നലെ തന്നെ അറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് രാത്രി ജില്ലാ കളക്ടർ വന്നിരുന്നു. മദ്രസകൾക്കും അതുപോലെ തന്നെ ട്യൂഷൻ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഈ രീതിയിൽ വർഷം തുടരുകയാണ് എങ്കിൽ ചില ജില്ലകൾക്ക് അവധി വന്നേക്കാം. അത് പ്രവേശനോത്സവത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷെ അല്ലാത്ത തരത്തിൽ പ്രവേശനോത്സവം നമ്മൾ നേരത്തെ നിശ്ചയിച്ച പോലെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതുപോലെ ജൂൺ 2-ന് തന്നെ നടക്കും. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയതുപോലെ ആദ്യത്തെ 2 ആഴ്ച കാലം നിങ്ങൾ സ്കൂളുകളിൽ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകളിൽ എൻഗേജ്ഡ് ആയിരിക്കും. മെയ് 13 മുതൽ 5 ദിവസം നീണ്ട ഒരു ട്രെയിനിങ് പല അധ്യാപകർക്കും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്നും പുത്തൻ പ്രതീക്ഷകളുമായി വരുന്ന പുതിയ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽഡ് ട്രെയിനിങ് ആയിരുന്നു. അതിൻ്റെ അനുഭവങ്ങൾക്കും നിങ്ങൾക്ക് അറിയാവുന്ന അധ്യാപകരോട് ചോദിച്ചാൽ മനസ്സിലാകും. കാത്തിരിക്കാം. എന്തായാലും എല്ലാവർക്കും ആശംസകൾ. വീണ്ടും ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ടാകും. കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.